മലയാള സിനിമയിൽ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവറിനെയാണ് ഇന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോണേ ഓൺ സ്റ്റാർ ജാം. വെൽക്കം ടു മൈ ഷോ. നമസ്കാരം ഷാൻ. ഹായ്, ഞാൻ പൂർണിമ ഇന്ദ്രജിത്ത് ഓൺ സ്റ്റാർ ജാം. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ദീപാവലി. വിഷ് യു ദ സെയിം. പൂർണിമ ദീപാവലിയുടെ സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മലയാളി പെൺകുടിയാണ്. Is that true? കേരളത്തിൽ ജനിച്ചതുകൊണ്ട് മലയാളി പെൺകുടി, തമിഴത്തി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഞാൻ 3 ഓപ്ഷൻ തരാം. സെലക്ട് വൺ. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്, ഫെസ്റ്റിവൽ ഓഫ് സ്വീറ്റ്സ്, ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. എനി ടൈം. കാരണം ഇരുട്ടിന്റെ മേലെ വെളിച്ചത്തിനുള്ള വിജയമാണ് ദീപാവലി. സോ വി ഷുഡ് സെലിബ്രേറ്റ് ദാറ്റ് ഫസ്റ്റ്. റൈറ്റ്. ഇരുട്ടിന്റെ മുകളിൽ വെളിച്ചത്തിനുള്ള വിജയമാണ് ദീപാവലി. ടെൽ മീ, എന്താണ് നിങ്ങളുടെ ദീപാവലി സെലിബ്രേഷൻ? ഓർമ്മയിലെ ദീപാവലി. ഓർമ്മയിലെ ദീപാവലി തലേ ദീപാവലി. കല്യാണം കഴിഞ്ഞ ഉടനെ വരുന്ന ദീപാവലിക്കാണ് തലേ ദീപാവലി എന്ന് പറയാം. അതായത് ഞങ്ങളുടെ ആദ്യത്തെ ഓണം. ഞങ്ങളുടെ ആദ്യത്തെ ഓണം പോലെ ഞങ്ങളുടെ ആദ്യത്തെ ദീപാവലി. അമ്മേനെയും ഇന്ദ്രനെയും അനിയനെയും സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയാ തമിഴ് കൾച്ചറിലെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ജനറലി എല്ലാവരും ആഘോഷിക്കുന്ന പോലെ അവരും ആഘോഷിച്ചിരുന്നു. പക്ഷെ ഒരു വീട്ടിൽ നിന്നുള്ള പേഴ്സണലി നമ്മൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, 10 തരം സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക, അത് വിതരണം ചെയ്യുക. പിന്നെ അതൊരു ഉത്സവം പോലെ തന്നെയായിരുന്നു. ഇന്ദ്രജിത്തിന്റെ തലേ ദീപാവലി എങ്ങനെയായിരുന്നു എന്ന് പറയൂ. അതായത് പെൺവീട്ടിൽ തന്നെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുക. പിന്നെ അതിനോടൊപ്പം ചുമന്ന പട്ടും കുപ്പിവളയും കുങ്കുമവും ഒക്കെ വെച്ച് കൊടുക്കും, പടക്കങ്ങൾ പൊട്ടിക്കും. യു ലൈറ്റ് അപ്പ് ദ ഹൗസ്. ദീപാവലി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്. പൂർണിമ ഇന്ദ്രജിത്ത് തന്നിട്ടുള്ള ഏറ്റവും വലിയ ലൈറ്റ് എന്താ? എന്നെ ഞാനായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക, നീയും ഞാൻ എന്നെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, and then let's live life together. തിരിച്ച് പൂർണിമ ഇന്ദ്രജിത്തിലൂടെ ഇന്ദ്രജിത്തിന് കിട്ടിയ ഏറ്റവും വലിയ ലൈറ്റ് എന്താ? I think freedom. സ്വാതന്ത്ര്യത്തോടെ ഇന്നത്തെ ഷോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർ ജാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണ് പൂർണിമ ഇന്ദ്രജിത്തിനെ ബാൻ ചെയ്യേണ്ടത്? എന്നെ കുറിച്ചുള്ള എന്ത് ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, പക്ഷെ മറ്റുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം. പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഓൺ സ്റ്റാർ ജാം. കണക്കിന് ഫൺ. ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്ത ഒരു ഇന്റർവ്യൂവറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. പൂർണിമ ഇന്ദ്രജിത്താണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു ഷാൻ. ഒരു സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ഗസ്റ്റ് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബി ട്രാൻസ്പെറന്റ്. ഞാനിപ്പോൾ ഷാന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് പറയാൻ തോന്നുന്നു അതാണ് ഞാൻ പറയുന്നത്. പൂർണിമ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സെലിബ്രിറ്റി കള്ളം പറയുമ്പോൾ ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ മനസ്സിലാവാറുണ്ട്. അത് അവർക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും. How do you deal it? അത് ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ക്ലിയർ അല്ലേ, ഇറ്റ്സ് ഓപ്പൺ. കാണുന്നവർക്കും അത് മനസ്സിലാവും. പൂർണിമ ഇന്ദ്രജിത്ത് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഏറ്റവും ഞെട്ടിപ്പോയ ഒരു സെലിബ്രിറ്റി ആരാ? ജഗദീഷ് ശ്രീകുമാർ. ഹി വാസ് അൺബിലീവബിളി ട്രാൻസ്പെറന്റ്. ഒന്നും നമ്മൾ മുഖത്ത് ഒരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ ചോദിക്കുന്ന ചോദ്യത്തിന് അതേ ഗ്രാവിറ്റിയോടുകൂടെ ഉത്തരങ്ങൾ അദ്ദേഹം പ്രിപ്പയർഡ് പോലും ആയിരുന്നു നമുക്ക് തോന്നും. അങ്ങനെയാണ് പച്ചവെള്ളം പോലെ ഉത്തരങ്ങൾ വന്നിരുന്നത്. പിന്നെ എപ്പോഴും ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പഠിക്കാനും കൂടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് വെറുതെ അല്ല അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു ഞാൻ ഇന്റർവ്യൂയിലൂടെ ചെലവഴിച്ച 5 മണിക്കൂറിലൂടെ എനിക്ക് മനസ്സിലായി. എത്ര സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് സെൻസിബിൾ ആയിട്ട് ആൻസർ പറയുന്ന ഒരാളാരാണ്? ലാലേട്ടൻ. വെരി ഡിപ്ലോമാറ്റിക്, വെരി കറക്റ്റ് ആൻസർ. പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സേ പുള്ളി പറയാറുള്ളൂ. പൂർണിമ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യെസ് ഇയാളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തത് ഹി ഈസ് ദ മാൻ എന്ന് തോന്നിയിട്ടുള്ള ഒരാളായിരുന്നു? കമൽ ഹസൻ ഇന്റർവ്യൂ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളെല്ലാവരും നമ്മുടെ തൊഴിലിന്റെ മുന്നിലും ജീവിതത്തിന്റെ മുന്നിലും ഓടുന്നു, പക്ഷെ നമുക്ക് ജീവിതം തരുന്ന ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ. എന്റെ കൈ പിടിച്ച് നടന്നിരുന്ന എന്റെ കുഞ്ഞിന്റെ കൈ ഇപ്പോൾ എന്റെ കൂടെ ഇല്ല എന്നുള്ളതും ആ കുട്ടിയുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ വളർന്നതും എല്ലാം ഞാൻ കാണാതെ പോയതാണ് എന്റെ നഷ്ടങ്ങൾ. സോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ലൈഫ് ഇസ് സോ ഫാസ്റ്റ്. ജീവിതം നമുക്ക് തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. ഇറ്റ്സ് ഓൾവേസ് ദെയർ. പക്ഷെ നമ്മൾ ജീവിതത്തെക്കാളും മുന്നേ ഓടുന്നതുകൊണ്ടാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. സോ അതൊരു വലിയ പാഠമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് enlightenment which I had that moment. Well, enlightenment for Deepavali. Correct. എന്റെ കൂടെ ഉണ്ട് പൂർണിമ ഇന്ദ്രജിത്ത്. പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഇന്റർവ്യൂ ലൈഫിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. ടാൻ കണക്കിന് ഫൺ. പൂർണിമ ഇന്ദ്രജിത്തിന് ഞാൻ ക്വിക്ക് ഫയറിംഗ് ക്വസ്റ്റ്യൻസ് തരാൻ പോവാണ്. Are you ready? I'm ready. ഓക്കെ. ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്ത ഒരു സെലിബ്രിറ്റി പറയാം. ഡിഫൈൻ എ സെലിബ്രിറ്റി. എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന, അവരുടെ കണ്ണുകൾക്ക് കാണാൻ ഇഷ്ടമുള്ള, മനസ്സിൽ സന്തോഷം പകർന്ന ഒരു മുഖമാണ് സെലിബ്രിറ്റിയുടേത്. അത് അങ്ങനെ തന്നെ ക്യാരി ചെയ്യാൻ പറ്റിയാൽ യു ആർ എ സെലിബ്രിറ്റി. ഡിഫൈൻ എ സ്റ്റാർ. an unreachable സോണിൽ ജീവിക്കുന്ന, പ്രേക്ഷകർ മേളിലോട്ട് നോക്കുന്ന ഒരു വ്യക്തി. ആക്ടർ പിന്നെ സ്റ്റാർ ആവുന്ന ഇപ്പോ ഭാഗ്യമുള്ളപ്പോൾ മാത്രം. ചിലപ്പോൾ എല്ലാവരുടെയും നാവിൽ നിന്ന് ഒരു സ്റ്റാർ ആണ് എന്ന് കേൾക്കാം, പക്ഷെ ഒരു നടൻ എന്ന് കേൾക്കണമെങ്കിൽ അത് പ്രോബബ്ലി ഓവർ ദ ഇയേഴ്സ് ഓഫ് ടൈം നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്ന് തന്നെ വേണം. മലയാളം വീണ്ടും നടിമാരെ സെലിബ്രേറ്റ് ചെയ്ത്
തുടങ്ങിയിരിക്കുന്നു. പക്ഷെ പലപ്പോഴും ഓവർ മീഡിയ ഹൈപ്പ് കിട്ടുന്നുണ്ട് പല കാര്യങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹൈപ്ഡ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. പത്രത്തിലാണെങ്കിലും ടെലിവിഷൻ മീഡിയമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഗോ വിത്ത് ദ ഫ്ലോ, ഗോ വിത്ത് ദ വേവ്. വാട്ട് എൽസ് വുഡ് യു സേ? കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ റീമ കലിംഗൽ എന്ന സെലിബ്രിറ്റി വൈഫിന് മറ്റൊരു സെലിബ്രിറ്റി വൈഫിന് കൊടുക്കാനുള്ള ഉപദേശം ബി യുവർ സെൽഫ് ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഹി ലവ്സ് ഇൻ യു. നന്നായി വരും. സ്റ്റേ ബ്ലെസ്ഡ്. ഈ വർഷത്തെ വട്ടുജയന്റെയും വട്ടോളി അച്ഛന്റെയും വൈഫിന്റെ അടുത്ത് എന്റെ ക്വസ്റ്റ്യൻ, വട്ടുജയന് വട്ട് വരുന്നത് എപ്പോ? ഒരു കഥാപാത്രത്തിന്റെ ഹൈ കയറി കഴിയുമ്പോൾ ഹി ലൂസസ് ഇറ്റ്. പിന്നെ അദ്ദേഹം ആ കഥാപാത്രമാണ്. സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഫാഷൻ എന്താണ്? എപ്പോഴും ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രീഡം ടു ബി. നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി കോൺഫിഡന്റോടുകൂടി ഒരാളുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അയാൾക്കും തോന്നും ഷോ എനിക്കും ഇങ്ങനെ ആവണം എന്ന് തോന്നിയിരിക്കും. ഡിഫൈൻ എ വൈഫ്. ഭാര്യ. മോസ്റ്റ് സെലിബ്രേറ്റഡ് വൈഫ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഓർ കേരള. പറയൂ. A wife is a person who her husband always wants to celebrate. ഒരു പക്ഷേ ഇന്ദ്രജിത്തിനുള്ള മെസ്സേജ് ആണ് ഇപ്പോ പൂർണിമ ഇന്ദ്ര കേൾക്കണ്ടല്ലോ അല്ലേ? റിപ്പീറ്റ്. A wife is a person who her husband would always want to celebrate. Fantastic. Club FM Star Jam done. കണക്കിന് ഫൺ. ചൂസ് വൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ് AK-47. സോ ഐ വിൽ ഗിവ് യു ടു ഓപ്ഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ സേ വൈ. Ready? Here we go. ദിവാലിയാണ്. സീതയെ കുറിച്ചും ദ്രൗപതിയെ കുറിച്ചൊക്കെ ഓർക്കുന്ന കാലാണ്. ആരാണ് ശരിക്കും പവർഫുൾ, സീത ഓർ ദ്രൗപതി? ഇറ്റ്സ് ഹാർഡ് ടു ചൂസ്. എനിക്ക് ദ്രൗപതി. കാരണം ഞങ്ങൾ തമിഴിലൊരു ചൊല്ല് പറയണ്ട്, ആവതും പൊണ്ണാലെ അഴുവതും പൊണ്ണാലെ. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാനും പറ്റും, അതുപോലെ അത് നശിപ്പിക്കാനും പറ്റും. സോ അത് രണ്ടും ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിലും രാമായണത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്ഷൻസ് അല്ല, സ്ത്രീ എന്നത് തന്നെ പവർഫുൾ ആണ്. പൂർണിമയുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് ആർ യു? യു ആർ എ റിവർ, യു ആർ എ റോഡ്. ഐ എം എ റിവർ. റിവർ നെവർ എൻഡ്സ്, റോഡ് മൈറ്റ്. സൂപ്പർ. ഞാൻ വെയിലാണ്, ഞാൻ മഴയാണ്. ഞാൻ മഴയാണ്. ഒരിക്കലും ഒരാൾ മഴയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടില്ല. Well, you are a good anchor, you are a good actor. I am Purnima Indrajit. You can choose what I am. Husband Indrajit left എന്ന് പറയുമ്പോൾ പൂർണിമ as a wife എന്ത് പറയും? I will say right because we left and right has to go hand in hand. അപ്പോൾ left right പോയാലല്ലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. So Indra left പോയാൽ സൈഡിലോട്ടേ പോവുള്ളൂ. അപ്പോൾ ഇന്ദ്രൻ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ I will say right. Indrajit is like a song, Indrajit is like a story. Oh, he is a very beautifully sung story. ഏറ്റവും കൂടുതൽ പൂർണിമ ഇന്ദ്രജിത്തിന് ഇഷ്ടം ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ. എനിക്ക് അതൊന്നുമില്ല. എനിക്ക് സംസാരിക്കാനാണ് ഇഷ്ടം. അത് ചോദ്യമായിട്ട് എടുത്താൽ ഉത്തരം പറഞ്ഞോളൂ, ഉത്തരമായിട്ട് എടുത്താൽ ചോദ്യം തിരിച്ച് ചോദിച്ചോളൂ. I like to talk. I like to communicate. Club FM I have with me Purnima Indrajit on Star Jam. Done. കണക്കിന് ഫൺ. Star Jam with RJ Sean. ഇന്നത്തെ സ്റ്റാർ ജാമിലെ ഗസ്റ്റ് ആണ് പൂർണിമ ഇന്ദ്രജിത്ത്. ഞാനിപ്പോ രണ്ടുപേരുടെ പേര് പറയാൻ പോവാണ്. ഇവരുടെ രണ്ടുപേരുടെയും കഥ ഇതുവരെ പറയണം. പൂർണിമ. ഓ, എന്റെ കഥ ഇതുവരെയാ? വാവ്. പൂർണിമയിൽ നിന്നും, പൂർണിമ മോഹനിൽ നിന്നും പൂർണിമ ഇന്ദ്രജിത്തായി ഇതുവരെ നിൽക്കുന്ന എന്റെ ഈ കഥ എറണാകുളത്തെ അഡ്വക്കേറ്റ് A മോഹനും ശാന്തി ടീച്ചറുടെയും മകൾ, ആദ്യത്തെ മകൾ പൂർണിമ മോഹൻ. ജനിച്ചപ്പോൾ തന്നെ എനിക്ക് കലാവാസന ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് കലാവാസന ഉണ്ട്, ഞാനൊരു കലാകാരിയാണെന്ന് വിശ്വസിച്ചിരുന്ന മാതാപിതാക്കൾ. അതിനായി അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ച് എന്നെ ഡാൻസ് പഠിപ്പിക്കുകയും പാട്ട് പഠിപ്പിക്കുകയും എല്ലാം ചെയ്ത മാതാപിതാക്കൾ. അതിന്റെ ഇടയിൽ എവിടെയോ ഞാൻ കലാകാരിയായി മാറി എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുക എന്നതാണ് എന്റെ അച്ഛനും അമ്മേനെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് 10 മടങ്ങ് മേലെ സത്യമാക്കുന്ന രീതിയിലെ ഒരു ഹസ്ബൻഡിനെയാണ് എനിക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് എന്റെ സ്വപ്നം കാണൽ കൂടുതലായിട്ടേ ഉള്ളൂ, അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടേ ഉള്ളൂ. നർത്തകിയായി തുടങ്ങി, നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് ലഭിച്ചു. അതിനുശേഷം മോഡലായി, ആങ്കറായി, ആങ്കറിൽ നിന്നും ആദ്യത്തെ സീരിയലിലൂടെ തന്നെ ഞാൻ സിനിമയിൽ വന്നു. 1 വർഷം മാത്രമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നത്, 7 സിനിമകൾ. ആ വർഷം അവസാനം 2002 ഇന്ദ്രനുമായുള്ള കല്യാണം. പിന്നെയുള്ള ജീവിതം നമുക്ക് അറിയാലോ അല്ലേ. 1 വർഷം കൊണ്ട് പിന്നെ ഒരു മോഡൽ ആങ്കറായി, ആങ്കർ ആക്ടറായി 1 വർഷം കൊണ്ട് 7 സിനിമ ചെയ്തു. ആൻഡ് പിന്നീടും മലയാള സിനിമയില് മോസ്റ്റ് സെലിബ്രേറ്റഡ് വൈഫായി. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഇന്ദ്രൻ ആക്ടർ ആയിരുന്നില്ല. ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അത് നമ്മുടെ ഡെസ്റ്റിനിയാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയ മെഡ്രാസിൽ നെക്സേജ് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ അമേരിക്കയിലേക്ക് ജോലിക്ക് പോകാനിരിക്കുന്ന ഒരു പയ്യനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ എത്തിയില്ലെങ്കിൽ അത് ഡെസ്റ്റിനിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു ഫ്യൂച്ചർ NRI പുളിങ്കമ്പനി ആയിരുന്നു അന്ന്. ഇല്ല, ഫ്യൂച്ചർ NRI പുളിങ്കം എന്നതിലും എല്ലാം മേലെ ഇന്ദ്രന്റെ സ്ഥാനം എവിടെയാണ്, ആസ് എൻ ആക്ടർ തന്നെയാണെന്ന് ഇന്ദ്രൻ വിശ്വസിച്ചിരുന്നു. അത് ആ വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ആളുടെ കഥ ഇതുവരെ പറയണം. അയ്യോ, വെയിറ്റ് ഫോർ ദാറ്റ് ആൻഡ് യു ആർ ഹാവിംഗ് ഡൺ കണക്കിന് ഫൺ. പൂർണിമ ഇന്ദ്രജിത്ത് ഇനി മറ്റൊരാളുടെ കഥ ഇതുവരെ പറയാൻ പോവാണ്. തീർച്ചയായും. അതാരാന്ന് ഞാൻ പറയുന്നില്ല. ആരായിരിക്കും? എന്റെ ഇന്ദ്രൻ. Star Jam with RJ Sean.
ഇന്ദ്രജിത് സുകുമാരൻ. ഭാര്യ പറയാം. ഞാൻ നേരത്തെ തുടങ്ങിയ പോലെ തന്നെ തുടങ്ങാം. ഇന്ദ്രനെ ജയിച്ചവൻ. ഞാൻ എപ്പോഴും പറയും ഇന്ദ്രനെ ജയിച്ചവനാണ്. കുറെയൊക്കെ എന്നെ പോലെ തന്നെ നിറയെ സ്വപ്നങ്ങളുള്ള, ആ സ്വപ്നത്തിനായി സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇന്ദ്രൻ. ബോൺ ടാലന്റഡ് പേഴ്സൺ. ജന്മനാ കഴിവ് ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ്. സംഗീതമാണെങ്കിലും അഭിനയമാണെങ്കിലും സിനിമയാണെങ്കിലും ഹി ഈസ് എൻ ആർട്ടിസ്റ്റ്, എ ട്രൂ ആർട്ടിസ്റ്റ്. എങ്ങനെ അത് പറയണേ? ഒരാളെ ഐഡന്റിഫൈ, അത് ഒരാള് ഒരു കലയെ ആസ്വദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ദ്രൻ ഇസ് എ ട്രൂ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഇന്ദ്രന്റെ എല്ലാ സിനിമയിലും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവും. അത് തന്നെയാണ് ഹീസ് എ ട്രൂ ആർട്ടിസ്റ്റ്. കാരണം ഇത്ര സിനിമകൾ കഴിഞ്ഞിട്ട് എല്ലാ സിനിമയിലും അങ്ങനെ ഒരു മൊമെന്റ് പ്രേക്ഷകന് സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ. സോ പറയൂ ഇന്ദ്രന്റെ കഥ. ഇതുവരെ സൈനിക് സ്കൂളിൽ പഠിച്ച് അതിനുശേഷം രാജാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ഡിസ്റ്റിങ്ഷനോട് പാസ് ഔട്ടായി നെക്സേജ് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇന്ദ്രജിത് സുകുമാരൻ. ഇതിന്റെ എല്ലാത്തിനും ഇടയിൽ സിനിമാ മോഹം മനസ്സിൽ ഉള്ളിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. സ്റ്റേജ് ഷോസിൽ ഇന്ദ്രന്റെ അമ്മ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം. സ്റ്റേജ് ഷോസിൽ ഇന്ദ്രനും രാജുവും സ്കൂളിൽ പഠിക്കുമ്പോൾ മത്സരിച്ച സ്റ്റേജിൽ അഭിനയിക്കണം കണ്ടിട്ട് ഇന്ദ്രന്റെ അച്ഛൻ ഇന്ദ്രന്റെ അമ്മയോട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് അത്രേ, കറങ്ങിത്തിരിഞ്ഞ് ഇവന്മാരും സിനിമയിൽ എത്തും അല്ലേ മല്ലിക എന്ന് ചോദിച്ച അമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് സത്യമായി. കാരണം അത് എനിക്ക് തോന്നുന്നു ഹി കുഡ് ഫോർസീ ദാറ്റ്. Wife of a true actor, wife of a true person, and she is Purnima Indrajit with me on Club FM Star Jam. ബാക്കിയും കൂടി പറഞ്ഞോളൂ. ടൺ കണക്കിന് ഫൺ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തിൽ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോഷാന. Well, true or false എന്ന് മാത്രം പറയാം. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോകണം. I'll ask you 10 questions. Okay. And just say true or false. Okay. Are you ready? I'm ready. സെൻസറിങ് സത്യത്തിൽ വേണ്ടത് സിനിമയ്ക്കല്ല ടെലിവിഷൻ ആണ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഒരു ടെലിവിഷൻ ഹോസ്റ്റ് കൂടി പറയാം. കാരണം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ടെലിവിഷൻ ഇസ് ഇന്നത്തെ നമ്മുടെ മലയാളിയുടെ ലൈഫ് സ്റ്റൈലിൽ ടെലിവിഷൻ ഒരു മാൻഡേറ്ററി ഹാബിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ മാധ്യമത്തിലാണ് ഒരു സെൻസർഷിപ്പ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സെൻസർ ചെയ്യണമെന്ന് തോന്നുന്ന പ്രോഗ്രാംസ് കാണുമ്പോൾ വാട്ട്സ് യുവർ? കാണാറേ ഇല്ല. ചില സിനിമാ പ്രഭാഷകർ പറയുന്ന പോലെ ഫാമിലിക്കൊപ്പം ഇരുന്ന് കാണാൻ പറ്റാത്ത ഭാഷ സിനിമയിലുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ഭാഷ സിനിമയിൽ മാത്രമാണോ ഉള്ളത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആവേണ്ടി വരും. അത് എല്ലാത്തിലുമുണ്ട്. സിനിമയിൽ മാത്രമല്ല, അഡ്വർടൈസ്മെന്റ് തൊട്ട് ന്യൂസ് ചാനൽ തൊട്ട് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വീട്ടില് അമ്മ എന്താണ് ഈ സോളാർ എന്ന് എന്റെ മക്കളും എന്നോട് വന്ന് ചോദിച്ചു. ട്രൂ ഓർ ഫാൾസ്? എന്റെ മക്കൾ എന്നോട് അത് ചോദിച്ചില്ല. കാരണം അവര് വളരെ ചെറുതാണ്, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. 2ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഈ ചോദ്യം ചോദിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ, ഇറ്റ്സ് എൻ ഓപ്ഷൻ വിച്ച് ദാറ്റ് ഹൗസ് ഡിൻ ടേക്ക്. കാരണം അത് മാത്രമാണ് അന്നത്തെ ആ ടെലിവിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കാണാതെയും കേൾക്കാതെയും ഇരിക്കാലോ. അവർക്ക് അവർ മാത്രം വായിച്ചറിയേണ്ട കാര്യങ്ങൾ വായിച്ചറിയാം. ടെലിവിഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് വൃദ്ധജനങ്ങളും കുട്ടികളുമാണ് അല്ലേ. അപ്പോൾ അതിൽ അവർക്ക് നല്ല സംസ്കാരം വളർത്തി കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. അത് വീട്ടിലുള്ളവരുടെ ചുമതലയാണ് ആദ്യം, പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയല്ല പൂർണിമ ഇന്ദ്രജിത്തിന്റെ പ്രയോറിറ്റി. ഇറ്റ്സ് ട്രൂ വാട്ട് യു സെഡ്. സിനിമയായിരുന്നു എന്റെ പ്രയോറിറ്റി എങ്കിൽ ഞാനിപ്പോ സിനിമയിലായിരുന്നേനെ. ചീഫ് മിനിസ്റ്ററിന്റെ ജനസമ്പർക്കം പരിപാടി വരികയാണെങ്കിൽ അതിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാനും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുമായിരിക്കും. പബ്ലിക് ടോയ്ലറ്റ്സ് സ്പെഷ്യലി സ്ത്രീകൾക്ക് മാൻഡേറ്ററി ആണ്. അത് എനിക്ക് തോന്നുന്നു ആ സമയം കഴിഞ്ഞിരിക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, ഞാൻ ഇന്ത്യയിൽ എല്ലായിടത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അതില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പച്ചവെള്ളം കുടിക്കുന്ന പോലെ ആവശ്യമുള്ള ഒരു കാര്യമല്ലേ ഇത്. അത് എന്തുകൊണ്ടില്ല നമുക്ക്? Club FM I have with me Purnima Indrajit on Star Jam. Ton കണക്കിന് ഫൺ. Star Jam with RJ Sean. Purnima Indrajit is here with us on Club FM Star Jam. ഇനി ഞാൻ 3 കാർഡ്സ് തരാൻ പോകുന്ന പൂർണിമ ഇന്ദ്രജിത്തിന്. ഈ 3 കാർഡും പൂർണിമ ഇന്ദ്രജിത്ത് മൈക്കിൽ വായിക്കണം. ഓക്കേ. അതിനുശേഷം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ മതി. Oh, fantastic. Take the best question and give me the best answer. Will do. Let's go. To do an interview, to get interviewed. ഏതാണ് സുഖം? ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കാനാണോ ഒരു ഇന്റർവ്യൂ ചെയ്യാനാണോ ആഗ്രഹം എന്നുള്ളത്? ഏതാണ് സുഖം എന്നുള്ളത് അല്ലേ? അത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പൃഥ്വിരാജിന്റെ മാറ്റത്തിന് പുറകിൽ സുപ്രിയാണെന്ന് അദ്ദേഹം പറയുന്നത് ഇന്ദ്രജിത്ത് മാറിയിട്ടുണ്ടോ? ഓക്കെ, അത് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വസ്ത്രധാരണം സ്ത്രീകളെ സെക്സി ആക്കുന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇത് മാത്രമേ പറയുള്ളൂ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്നെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം, മറ്റുള്ളവരെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. വസ്ത്രധാരണം സ്ത്രീകളെ സെക്സി ആക്കുന്നതിൽ തെറ്റുണ്ടോ? ആ ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു വസ്ത്രവും ഒരു സ്ത്രീയും ഒരിക്കലും സെക്സി ആവാൻ വേണ്ടി ധരിച്ചുകൊണ്ട് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെ ഏത് രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ വസ്ത്രത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട്. ഇടയ്ക്കൊരു വലിയ
ലേഖനം ഉണ്ടായിരുന്നു, ചൂട് പിടിപ്പിച്ച ലേഖനമാണ്. പെൺകുട്ടികളുടെ പിന്നെ ലെഗിങ്സ് ഭയങ്കരമായിട്ട്. ഞാൻ പണ്ട് തന്നെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പോക്കറ്റ് അടിക്കാരനോട് എന്തിനാ പൈസ എടുത്തേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പോക്കറ്റ് നിറയെ പൈസ ഇരിക്കുന്നുണ്ട് എടുത്തു പോയതാണ് എന്ന് പറഞ്ഞു. അതേ എനിക്ക് പറയാനുള്ളൂ. സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരോട് എനിക്ക് അതേ പറയാനുള്ളൂ. അതൊരു ഉത്തരമാണ്. ആ പോക്കറ്റ് അടിക്കാരുടെ സംസ്കാരം എന്താണോ അത് പുറത്തു വരുന്നു. അത് എടുക്കാതിരിക്കുന്നതിലാണ് ഒരാളുടെ സംസ്കാരം, അല്ലെ? അപ്പോ ഇറ്റ്സ് എ ചോയ്സ്. തീർച്ചയായിട്ടും ഒരു സ്ത്രീ എടുക്കേണ്ട ചോയ്സ് ആണത്, അവരെങ്ങനെ പുറത്ത് അവരെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. ഫാന്റാസ്റ്റിക്. ക്ലബ് FM സ്റ്റാർ ജാം ഡൺ. കണക്കിന് ഫൺ. ഹായ്, ഞാൻ പൂർണിമ ഇന്ദ്രജിത്ത് ഓൺ സ്റ്റാർ ജാം. Star Jam with RJ Sean. ഡൽഹിയെ കുറിച്ച് മുംബൈയെ കുറിച്ചൊക്കെ സംസാരിച്ച ശേഷം കഴിഞ്ഞ ദിവസം കൊച്ചിൻ സിറ്റിയെ കുറിച്ച് കേരളം സംസാരിക്കേണ്ടായി. ഇതുപോലെ മറ്റൊരു ബസ്സിനകത്ത് മറ്റൊരു പെൺകുട്ടി റിയാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ പെയ്യുന്ന പോലെ ഇതുപോലൊരു വിഷയം ഉണ്ടാവും, ആൾക്കാർ സംസാരിക്കും. പക്ഷെ കേരളത്തിലൊരു സ്ത്രീ എന്ന രീതിയിൽ, ലേഡി ഓണ്ടർപ്രണർ എന്ന രീതിയിൽ, ഒരു അമ്മ എന്ന രീതിയിൽ എന്ത് മെസ്സേജ് ആണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക? റിയാക്ട്. അത് ഇപ്പോ നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ റിയാക്ഷൻ മാത്രമേ നടക്കണുള്ളൂ, പക്ഷെ ആ റിയാക്ഷൻ ശേഷമുള്ള ആക്ഷൻ ആരും കാണുന്നില്ല. നമുക്ക് കുറെ ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്, അത് നമ്മൾ കുറെ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ റിയാക്ഷന് അവസാനം ഒരു പരിസമാപ്തി വേണമല്ലോ, ആ പരിസമാപ്തി ഇവിടെ നമ്മളാരും കാണുന്നില്ല. സോ അതുകൊണ്ട് ഐ ഫീൽ ദറ്റ് ആ പരിസമാപ്തി ഉണ്ടാവണവരെ റിയാക്ട് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ തന്നെ അത് പഠിക്കുക. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. അതിപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ വീട്ടുകാരുടെയോ മുമ്പിൽ ആരുടെ മുമ്പിലാണെങ്കിലും സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. കാരണം ആരും നമുക്ക് വേണ്ടി നിൽക്കാൻ പാടില്ല. നമ്മൾ തീരുമാനിക്കുക നമ്മളോട് ആൾക്കാർ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കുട്ടികളെ വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളോട് പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു അമ്മയോടും ഒരു പെങ്ങളോടും ഒരു പെൺ സുഹൃത്തിനോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ചെറിയ കുട്ടികളോട് ആദ്യമേ അമ്മമാര് തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. അത് അവരുടെ പ്രവൃത്തിയിലൂടെ ആൺകുട്ടികൾ കണ്ടുപഠിക്കണം. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടുത്ത ജനറേഷനിലുള്ള സംസ്കാരം പകർന്നു കൊടുക്കേണ്ടത്. ആൻഡ് ഇഫ് യു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്, കുറെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് വി ഷുഡ് ഗോയിങ് ബാക്ക് ടു യുവർ കോളേജ് ഡേയ്സ്, എപ്പോഴെങ്കിലും പൂർണിമ ഇന്ദ്രജിത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്? ഡെഫിനറ്റ്ലി. പ്ലീസ് ആസ്ക്. എന്റെ ക്ലാസ്മേറ്റ്സിനോടും കോളേജ് ടീച്ചേഴ്സിനോടും ഒക്കെ ചോദിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, വേറെ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് അടിക്കഥകൾ പറയൂ. ഇന്നൊക്കെ ഈ പറഞ്ഞ പോലെ പീഡനങ്ങൾ വലിയ വലിയ വാക്കുകളായി മാറിയിരിക്കുന്നു. അന്നൊക്കെ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യുനോ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളിൽ ആ കൗതുകങ്ങളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇതൊന്നും ഇത്ര വലിയ കാര്യമൊന്നും അല്ല. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. ഒരു ഒച്ചയിലോ ഒരു നോട്ടത്തിലോ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് അത് ചെയ്യാതെ ആ ഇഷ്യൂവിനെ വലുതാക്കി കഴിഞ്ഞ് പിന്നെ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സൂപ്പർ. ക്ലബ് FM സ്റ്റാർ ജാം ഡൺ. കണക്കിന് ഫൺ. Well, you are under arrest എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. Okay. You are under arrest. So എന്റെ കൂടെ ഉണ്ട് പൂർണിമ ഇന്ദ്രജിത്ത്. You are under arrest. ഇന്ന് TV ചാനൽസിന്റെ യുദ്ധം അതിഭീകരമാണ്. റോഡുകളിൽ പോലും വലിയ പോസ്റ്ററുകളായി സിനിമകളെക്കാൾ വലിയ പ്രോഗ്രാമുകളാണ് ടിവിയിൽ എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ശരിയാണ് എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റുമില്ല. മാർക്കറ്റിംഗ് ആണ് എല്ലാം, അല്ലെ? ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലൊരു നല്ല വിഭവം ഉണ്ടാക്കിയാൽ അത് കൂടുതൽ ആൾക്കാരെ കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? സോ അതത്രയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാത്തിന്റെയും പിന്നിൽ കഷ്ടപ്പാടുണ്ട്. അതെന്തുകൊണ്ട് കാണുന്നില്ല? വലിയ സിനിമയാകുമ്പോൾ അതിന് കഷ്ടപ്പാട് കൂടുതലും ചെറിയ സ്ക്രീനിൽ കഷ്ടപ്പാട് കുറവും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു ടെലിവിഷൻ ഹോസ്റ്റ് പറയാ, വാട്ട് ഈസ് ദാറ്റ് തിങ് you don't like in TV right now? One thing which I don't like on television, overrated reality shows. പല കാര്യങ്ങളും, കുറെ കാര്യങ്ങൾ നമുക്ക് ടെലിവിഷനിൽ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും കൊണ്ടുവരാം. പക്ഷെ കുറെ കാര്യങ്ങൾ വീട്ടുകളിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് നല്ലത്. അതിന്റെ സൗന്ദര്യവും കൗതുകവും അത് ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. കാരണം ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലെ വിതുമ്പൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്, അതെല്ലാം ഒരു എന്റെ ആസ് എ പേഴ്സൺ ഞാൻ അതെന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കണ്ട് വിഷമിക്കാനോ സന്തോഷിക്കാനോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. You should not go way too public. Do you think ഇപ്പോൾ ടെലിവിഷൻ ഭയങ്കരമായിട്ട് കമേഴ്ഷ്യലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്? തീർച്ചയായും. ചെറിയ പ്രോഗ്രാമുകളോട് വലിയ പ്രോഗ്രാമുകളായിട്ട് അവതരിപ്പിക്കുന്നു. സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് മൈ ക്വസ്റ്റ്യൻ ഇസ്, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സെൻസേഷണലൈസ് ചെയ്യേണ്ട പല കാര്യങ്ങളും സെലിബ്രിറ്റി ഇന്റർവ്യൂലുണ്ട്, അത് സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കാറുണ്ട്? അത് എല്ലാവരും ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. മാക്സിമം എമൗണ്ട് ഓഫ് റീച്ചബിലിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സെൻസേഷണലിസം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഒരിക്കലും ഞാൻ ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ മനസ്സോടുകൂടി ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്, ചൂസ് ചെയ്യാൻ പറ്റും. ഐ വിൽ ചൂസ് നോട്ട് ടു ഹേർട്ട് ദാറ്റ് പേഴ്സൺ. പൂർണിമ, അതിന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ ഒരു ചാനലോ ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിന്റെ TRP റേറ്റിംഗോ ഒന്നും വരാറില്ല. എന്റെ മുമ്പിൽ ഞാനും ആ വ്യക്തിയും ആ വ്യക്തി എന്നോട് സംസാരിക്കാൻ കാണിക്കുന്ന മനസ്സ് മാത്രമേ ഉള്ളൂ. You are under arrest on Star Jam and എന്റെ കൂടെ ഉണ്ട് പൂർണിമ ഇന്ദ്രജിത്ത്. ഫൺ.
ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്ത ഒരു ഇന്റർവ്യൂവറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. പൂർണിമ ഇന്ദ്രജിത്താണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു ഷാൻ. You are under arrest. ആ ചോദ്യം ഞാൻ ചോദിക്കില്ല, അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ? യെസ്, തീർച്ചയായിട്ടും. ഒരാൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യം ഞാൻ ഒരിക്കലും ചോദിക്കില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരിക്കലും കാണാത്ത റെക്കോർഡിംഗ്സ് ആ സെറ്റിൽ മാത്രം ഒതുങ്ങുന്നുണ്ട്. അതെപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വെൽ എഡിറ്റഡ് ഷോ ആണ് ഒരു നല്ല ഷോ എന്ന് നിങ്ങൾ പറയുന്നത്. പക്ഷെ അതിന്റെ സത്യം ചിലപ്പോൾ അതാവണം എന്നില്ല. എത്രയോ നിർണായകമായ വൈകാരികമായ മുഹൂർത്തങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആ ചാനൽ തീർച്ചയായിട്ടും ആ ഗസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടും ചോയ്സ് ആണ് അത് പുറത്ത് വരാതിരിക്കുക എന്നുള്ളത്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. വെൽ പാക്കേജ്ഡ്, വെൽ ബ്രോട്ട് ഔട്ട്, വെൽ മാർക്കറ്റഡ്, അത് തന്നെ ആവണം എന്നില്ല എല്ലാം. ഇതുവരെ മലയാളി അറിയാത്ത പല രഹസ്യങ്ങളും പൂർണ്ണിമ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. ഫൈനൽ ക്വസ്റ്റ്യൻ. യു ആർ അണ്ടർ അറസ്റ്റ്. സെലിബ്രിറ്റി ഷുഡ് ബി ആൻ ഓപ്പൺ ബുക്ക്. അങ്ങനെ ആയിരിക്കണം? നോട്ട് നെസസറിലി. ദെൻ യു വുഡ് നോട്ട് ബി കോട്ടഡ് ആസ് എ സെലിബ്രിറ്റി. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ഫാക്ടർ വേണം, ഒരു അൺറീച്ചബിൾ സോൺ വേണം, ഒരു ഹിഡൻ എലിമെന്റ് വേണം, ഒരു എക്സ് ഫാക്ടർ വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു സെലിബ്രിറ്റി ആവുന്നത്. എന്നെ കുറിച്ചുള്ള അധികം രഹസ്യങ്ങൾ അധികം പേര് അറിയരുത്, അങ്ങനെയാണോ? സെലിബ്രിറ്റി ആവണമെന്നില്ല. സാധാരണ ജനങ്ങൾക്ക് പോലും ഉണ്ട് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലേ? അത് എന്തിനാണ് വെറുതെ ജനങ്ങളെ അറിയിക്കുന്നത്? ഐ ഫീൽ വെൻ യു ആർ എ സെലിബ്രിറ്റി ഓൾസോ യു ഷുഡ് നോ വേ ടു ഡ്രോ ദ ലൈൻ. ചില സെലിബ്രിറ്റീസ് ഒന്ന് ഐ ആം ആൻ ഓപ്പൺ ബുക്ക് എന്ന് പറയുമ്പോഴും ഹി ഈസ് എ ക്ലോസ് ബുക്ക്. ഡോണ്ട് വി നോ ദാറ്റ്? ഞാനൊരു തുറന്ന പുസ്തകമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന അതേ സ്പിരിറ്റിൽ തന്നെയാണ് ജനങ്ങൾ എടുക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജനങ്ങൾ എടുക്കുന്നത് അദ്ദേഹം പറയുന്നത് കൊണ്ട്. പക്ഷെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ അതിന്റെ സത്യം എന്താന്നുള്ളത്? ഇറ്റ്സ് ഓൾ വാട്ട് യു ടേക്ക്. ഇറ്റ്സ് അപ്പ് ഇൻ യുവർ മൈൻഡ്. എന്റെ ഏറ്റവും വലിയ റൂളിംഗ് ഫാക്ടർ അതാണ്. ഇന്റർവ്യൂവിലാണെങ്കിലും ലൈഫിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണ്, കർമ്മത്തിലാണെങ്കിലും ധർമ്മത്തിലാണെങ്കിലും യു ഷുഡ് റൂൾ യുവർ തോട്ട്സ്. നമുക്ക് നമ്മുടെ തോട്ട്സിന്റെ പുറമേ ഒരു ഹോൾഡ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സുഗമമായിട്ട് സന്തോഷമായിട്ട് സൗന്ദര്യത്തോടു കൂടി മുന്നോട്ട് കിടക്കും. യു ആർ അണ്ടർ അറസ്റ്റ് ഓൺ സ്റ്റാർ ജാം ആൻഡ് എന്റെ കൂടെ ഉണ്ട് പൂർണിമ ഇന്ദ്രജിത്ത്. ടാൻ കണക്കിന് ഫൺ Star Jam with RJ Sean. ദീപാവലി സ്പെഷ്യൽ സ്റ്റാർ ജാം ഇന്ന് ഞാൻ ഒരു മലയാളിയുടെ കൂടെ അല്ല, ഇൻഫാക്ട് ഒരു തമിഴത്തിയുടെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. വെരി ബ്യൂട്ടിഫുൾ ഗോർജിയസ് ലേഡി. ഹർ നെയിം ഈസ് ഞാൻ പൂർണിമ ഇന്ദ്രജിത്ത് ആണ് കേട്ടോ. പറയുമ്പോ പറയണമല്ലോ, എല്ലാവർക്കും ദീപാവലി വാഴ്ത്തുക്കൾ. அப்படினா நான் ഒന്ന് രണ്ട് കേൾവികൾ കേട്ടിട്ട് അതൊക്കെ തന്നെയാണ് കേട്ടിട്ട് ഞാൻ ഷോ വൈൻ பண்ண പോറേ. പണ്ണുക പ്ലീസ്. ഇമാജിൻ ഇന്ദ്രജിത്ത് ആണ് ഇപ്പൊ എന്റെ സീറ്റിലിരിക്കണേ ആൻഡ് പൂർണിമയാണ് ഇന്റർവ്യൂ ചെയ്യണേ. വാട്ട് വുഡ് ബി ദാറ്റ് ക്വസ്റ്റ്യൻ? And that should be the best question. Shan, you're very smart. Come but on. don't do that with me, please. Imagine സുകുമാരൻ എന്ന നടൻ പൂർണിമ ഇന്ദ്രജിത്തിന് മുന്നിൽ ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്നെങ്കിൽ എന്ത് ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു? Oh my God. I don't know. എനിക്ക് അത് അറിയില്ല. കാരണം പക്ഷെ ഷാൻ ഇങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ തന്നത് തന്നെ ഇറ്റ്സ് ലൈക്ക് എനിക്കത് ആലോചിച്ച് തന്നെ മെസ്മറൈസ് ആവാനുള്ള ഒരു ചോദ്യമാണത്. വട്ടോളി അച്ഛൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പൂർണിമ ഇന്ദ്രജിത്ത് ഇപ്പൊ എന്ത് ചോദ്യം? ഒന്നും പറയണ്ട, അതിപ്പോ പ്രത്യക്ഷപ്പെട്ടോണ്ടിരിക്കുകയാണ്. കാരണം ആമേൻ ഹിറ്റായതിനു ശേഷം കുറെ പള്ളിയിലച്ഛന്മാര് വിളിച്ചിരുന്നു സംസാരിക്കാനും ഇന്ദ്രനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനും. അവരുടെ ഏതോ ഒരു വലിയൊരു ഫംഗ്ഷൻ ഇന്ദ്രനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പം ആ സമയത്തൊക്കെ ആ ഫംഗ്ഷൻ ഇന്ദ്രൻ പോയപ്പോൾ അതിലൊരു അച്ഛൻ പ്രസംഗിക്കുകയുണ്ടായി, പുണ്യാളനെ പോലെയാണ് ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ദ്രന് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മിത്തോളജിക്കൽ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. അതിനോടൊരു ചായ്വുള്ള ഒരു റോളായിരുന്നു ആമേനിലെ ഫാദർ വിൻസെന്റ് വട്ടോളി. സോ ഇന്ദ്രജിത്തിനോട് ഞാൻ പണ്ട് ചോദിച്ചൊരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കാൻ പോവാണ്. വൈഫാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഇന്ദ്രജിത്ത് നല്ല പള്ളിയിലെ അച്ഛനാണോ പിള്ളേരുടെ അച്ഛനാണോ? നല്ല പിള്ളേരുടെ അച്ഛനാ. ആണോ? അൺഡൗട്ടഡ്ലി. സൂപ്പർ. വെൽ സ്റ്റാർ ജാം ക്ലോസ് ചെയ്യാൻ പോവാണ്. ഫൈനലി ആമേൻ പറയേണ്ടത് ആരോട്? നല്ലത് വരട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലെറ്റ് ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. ടൺ കണക്കിന് ഫൺ. എന്റെ സ്റ്റൈൽ പറയും ടൺ കണക്കിന് ഫൺ. ടൺ കണക്കിന് ഫൺ. అందం పెట్టు నొక్కి గ్రామమావే